ഇരു രാജ്യങ്ങളും ഒപ്പുവച്ച കരാറിലെ ചില നിബന്ധനകൾ സൗദി ആഭ്യന്തര നിയമത്തിന് വിരുദ്ധമാണെന്ന് രാജ്യത്തെ റിക്രൂട്ടിംഗ് ഏജൻസികൾ ആരോപിച്ചിരുന്നു. സൗദി അറേബ്യയിലെ ഏതെങ്കിലും നിയമത്തോട് എതിരാകുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ച കരാറിലെ വ്യവസ്ഥകളാണ് പിന്തുടരേണ്ടത് എന്നാണ് 21-ാം അനുച്ഛേദത്തിൽ പറയുന്നതെന്നും ഇത് സൗദി താൽപര്യത്തിന് വിരുദ്ധമാണെന്നും കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ കരാറിലെ വ്യവസ്ഥയനുസരിച്ച് പുതുതായി വന്നിറങ്ങുന്ന ഓരോ തൊഴിലാളിക്കും $2500 ഇൻഷുറൻസ് ഇനത്തിൽ തൊഴിലുടമ ഇന്ത്യൻ എംബസി അക്കൗണ്ടിൽ അടയ്ക്കേണ്ടതുണ്ട്. മാസത്തിൽ ശരാശരി 10,000 വീട്ടുവേലക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന സൗദി ഈ ഇനത്തിൽ 300 ദശലക്ഷം റിയാലോളം ഇന്ത്യൻ എംബസി നിർദ്ദേശിക്കുന്ന അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കരാറിലെ ഈ വ്യവസ്ഥയനുസരിച്ച് സ്വദേശികളുടെ വൻ തുകയാണ് ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് ഇൻഷുറൻസ് ഇനത്തിൽ നീങ്ങുന്നത് എന്നതും പരാതിക്ക് കാരണമായിട്ടുണ്ട്. വേലക്കാരികളുടെ പ്രായപരിധിയും വിവാദത്തിന് കാരണമായതായി റിക്രൂട്ടിംഗ് ഏജൻസികൾ പറയുന്നു. തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ പങ്കാണ് വിവാദത്തിന് കാരണമായ മറ്റൊരു പരാമർശം. തൊഴിലുടമ വീടോ വിലാസമോ നഗരമോ മാറുമ്പോൾ റിക്രൂട്ടിംഗ് ഏജൻസിയെ മുൻകൂട്ടി വിവരം അറിയിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം നിബന്ധന വച്ചിട്ടില്ല. സൗദിയുടെ വിദൂര പ്രദേശങ്ങളിലുള്ള പൗരന്മാർ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ പിന്നീടുണ്ടാവുന്ന തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെടാനും പരിഹരിക്കാനും റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് പ്രായോഗിക പ്രയാസമുണ്ടെന്നും ഏജൻസികൾ പരാതിപ്പെടുന്നു. ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടിയായാണ് തൊഴിൽ മന്ത്രാലയം പ്രസ്താവന പുറത്തിറക്കിയത്. അസർ പുളിയിൽ, മീഡിയ 1 റിയാദ്.